ജീവിത പഠനം നടത്തുന്നതിന്റെ അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ജീവിത ബിരുദത്തിന്റെ ആവശ്യകത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നീഡ് ഓഫ് ലൈഫ് ഡിഗ്രീസ്. നീഡ് ഓഫ് ലൈഫ് ഡിഗ്രി begins when we choose to recognize ourselves. ജീവിത ബിരുദത്തിന്റെ ആവശ്യകത. ജീവിതം ആധുനിക നിലയുടെ ഫലം ആകുന്നത് എങ്ങനെ? ക്ഷമിക്കുക, ജീവിതം ആന്തരിക നിലയുടെ ഫലം ആകുന്നത് എങ്ങനെ? ആന്തരിക മാറ്റമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആത്മപരിവർത്തനം നമ്മിൽ എന്തു മാറ്റം വരുത്തും? ഈ വിഷയങ്ങളെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഈ ജീവിത ബിരുദം എന്നുള്ള ഒരു കാര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പലപ്പോഴും ഒരേ അനുഭവങ്ങളും ബന്ധങ്ങളും അവസരങ്ങളും ഒക്കെ ജീവിതത്തിൽ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഒരുപോലത്തെ അനുഭവങ്ങളായിരിക്കും, ഒരുപോലത്തെ ബന്ധങ്ങളായിരിക്കും, ഒരുപോലത്തെ അവസരങ്ങളായിരിക്കും. ഇതിനെ അതിജീവിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ജീവിത ബിരുദം എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ജീവിതം എന്നുള്ളത് നമ്മുടെ ആന്തരിക നിലയുടെ ഫലം ആണ് എന്ന് നമുക്കറിയാമല്ലോ. ആന്തരിക നില, നമ്മള് അവബോധ തലങ്ങളെ കുറിച്ചും അവയുടെ വിനിമയത്തെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. അപ്പോ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ആന്തരിക വിന്യാസത്തിന്റെ പ്രതിഫലനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആന്തരികമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഒരു ഘടനയുണ്ടല്ലോ, ഡിസൈൻ ഉണ്ടല്ലോ, അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവണതകൾ, നമ്മുടെ താല്പര്യങ്ങൾ, ഇതിനെല്ലാം ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ നിൽക്കുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ ആന്തരികമായ പ്രവണതകളുടെ കണ്ണാടിയാണ്. നമ്മൾ ആന്തരികമായിട്ട് എന്തെല്ലാം ടെൻഡൻസീസ് ഉണ്ടോ അത്തരം ടെൻഡൻസീസ് അല്ലെങ്കിൽ അത്തരം എന്താ പറയാ തോന്നലുകൾ, ചോദനകൾ, പാറ്റേണുകൾ, ഇതിന്റെ എല്ലാം റിഫ്ലക്ഷൻ നമ്മുടെ വെളിയിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആ വെളിയിൽ വരുന്ന സന്നദ്ധത, എന്താ പറയാ, അവസരങ്ങളെല്ലാം തന്നെ നമ്മുടെ സന്നദ്ധതയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നമ്മൾ എത്രത്തോളം സന്നദ്ധമാകുന്ന അനുസരിച്ച് നമ്മുടെ അവസരങ്ങൾ മുമ്പോട്ട് വന്നു നിൽക്കും. നമ്മുടെ ആന്തരികമായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണോ അത് നമ്മുടെ ദിശയെ ഇങ്ങനെ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ആന്തരിക ഘടനയാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് ആന്തരികമായ ഘടനയുടെ ഒരു രൂപപ്പെടലാണ് എന്ന് നമുക്ക് അറിയാം. നമ്മളിപ്പോ കൺവെൻഷണൽ എഡ്യൂക്കേഷനിലൂടെ പോയി എന്നിരിക്കട്ടെ. കൺവെൻഷണൽ എഡ്യൂക്കേഷനിലൂടെ മാത്രമേ പോകുന്നുള്ളൂ എങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യാൻ ഉള്ള ഒരു ആന്തരികമായിട്ടുള്ള ഘടന പണം ഉപയോഗിക്കാനുള്ള ആന്തരികമായ ഘടന രൂപപ്പെടും. കൺസ്യൂമർ ആകാനുള്ള ഒരു ആന്തരിക ഘടന രൂപപ്പെടും. ഒരു അതോറിറ്റേറിയന്റെ കീഴിൽ ഒതുങ്ങി നിൽക്കാനുള്ള എന്താ പറയാ ബിലീഫ് ടു ദ അതോറിറ്റി എന്നുള്ളത്, ഒബീഡിയൻസ് ടു ദ അതോറിറ്റി എന്നുള്ളൊരു അവസ്ഥാകത്ത് രൂപപ്പെടും. ഇത് എന്താണോ രൂപപ്പെടുത്തുന്നത് അതാണല്ലോ പുറത്ത് പ്രതിഫലിക്കുക, അനുഭവങ്ങളായിട്ടും ബന്ധങ്ങളായിട്ടും അവസരങ്ങളായിട്ടും വരിക. ജീവിത ബിരുദം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മിൽ ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളില് ഈ ഇതിനനുസരിച്ചുള്ള ഒരു മാറ്റമാണ് ഉണ്ടാവുക. ജീവിത ബിരുദം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ചേഞ്ചസ് ആണ്. നമുക്ക് ഓവർ ടൈം നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് ചെറിയ 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 മാറ്റങ്ങൾ വരുത്തി പോകും. പഴയ അനുഭവങ്ങൾ എന്താണെന്ന് റിപ്പീറ്റ് ചെയ്യും. ബന്ധങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെയാണോ ഉള്ള ബന്ധങ്ങൾ, അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ, അയൽക്കാർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ആ അവസ്ഥയുണ്ടല്ലോ, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് കിട്ടുന്നതെല്ലാം ഒരുപോലത്തെ അവസരങ്ങളായിരിക്കും. എപ്പോഴും പഴയ പാറ്റേണുകളുടെ തുടർച്ചയിലൂടെ പോയിക്കൊണ്ടിരിക്കും. കാരണം അതനുസരിച്ചാണ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളത്. നമുക്ക് മാറ്റങ്ങൾ എന്നുള്ള സംഭവം അവിടെ ഉണ്ടാവില്ല. അതേസമയം ഈ
ജീവിത ബിരുദം എന്നുള്ള ഒരു സംഭവം, പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ വഴി നമ്മൾ ജീവിത ബിരുദം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആത്മയാനത്തിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പരിസരം നമ്മളോട് പുതുതായി പ്രതികരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ബന്ധങ്ങളിൽ സാരമായ മാറ്റം വരും. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വല്ലാത്ത രീതിയിൽ വിപുലീകരിക്കും. ആന്തരികമായിട്ടൊരു പുനഃസംഘടന അവിടെ നടക്കും. അവിടെ അങ്ങനെ നമ്മളൊരു സ്വയം വികാസത്തിലേക്ക് തിരികെയാണ് ചെയ്യുക. ഇപ്പൊ സ്വയം വികസിക്കുന്ന സമയത്ത് ജീവിതം അതനുസരിച്ച് അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം അതിന്റെ അവസരങ്ങളുടെ കാര്യത്തിൽ, അനുഭവങ്ങളുടെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ എല്ലാം തന്നെ അതുപോലെ അങ്ങ് വികസിക്കും. നമ്മൾ എന്താണോ, നമ്മൾ എന്തായിരിക്കണമോ അതിലേക്ക് നമ്മൾ മാറിച്ചെല്ലും. ഇപ്പൊ സാമ്പത്തികമാണെങ്കിലും ശരി, ആരോഗ്യമാണെങ്കിലും ശരി, മാനസിക നിലയാണ്, വൈകാരിക നിലയാണെങ്കിലും ശരി, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഒരു പുതിയ രീതിയിലേക്ക് മാറുവാൻ ഇത് സഹായിക്കും. അപ്പോ നമുക്ക് ജീവിത പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാറ്റേണുകൾ മൊത്തത്തിൽ മാറണം. ആ പാറ്റേൺ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പാറ്റേൺ ഷിഫ്റ്റ് പോലുള്ള ഒരു പ്രാക്ടീസിലൂടെ പോകണം. അപ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ആന്തരികമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം നടക്കുക. ആത്മയാനം അതിനാണ്. ആത്മയാനത്തിൽ പോകുവാനുള്ള, ആത്മയാനത്തിലൂടെ കടന്നു പോകുവാനുള്ള ഒരു പാകം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനാണ് PSP നമ്മൾ മാറ്റം വരുത്തുന്നത്. അത് നമ്മുടെ പാറ്റേണിനെ മൊത്തം മാറ്റും, അനുഭവങ്ങളിൽ വികാസം വരുത്തും. നമ്മൾ ബോധപൂർണമായിട്ട് ജീവിക്കാൻ, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. ശരിയായൊരു ആത്മവികാസം നമ്മളിൽ ഉണ്ടാവും. അപ്പോ ഈ ലൈഫ് ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, നമ്മൾ ഇന്നലെ സംസാരിച്ച ലൈഫ് ഡിഗ്രി എന്ന് പറയുന്ന പ്രോസസ്സ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആ വിധത്തിലാണ്. ലൈഫ് ഡിഗ്രി നമ്മൾ അതിനെ വിളിക്കുന്നതാണ്, നമ്മൾ ജീവിതത്തിന്റെ ബിരുദം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്ന ഒരു പരിപാടിയല്ല, ജീവിതത്തിൽ നിന്നും പഠിക്കലാണ്. ആ ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന സമയത്ത് ആ പാഠങ്ങൾ, ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെ ശരിയായ രീതിയിൽ പഠിക്കാനാണ് PSP ഉപകരിക്കുക. PSP ശരിയായ രീതിയിൽ നമ്മളെ കാര്യങ്ങളെ വിറ്റ്നസ് ചെയ്യിപ്പിക്കും. എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മളെ ഉൾബോധത്തിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആന്തരിക പാറ്റേണുകളെ മുഴുവൻ മറിക്കും. മാറ്റാനുള്ള ചവിട്ടുപടികൾ സ്വയമേവ നിർമ്മിച്ച് നമ്മുടെ ഉള്ളിൽ തരും. കാരണം ശരീരത്തിന് സ്വയം പ്രവർത്തന സംവിധാനമുണ്ട്. ആ സ്വയം പ്രവർത്തന സംവിധാനത്തെ അടച്ചു വെക്കുകയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നതെങ്കിൽ ഈ ജീവിത ബിരുദം അല്ലെങ്കിൽ PSP എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ ഈ ആന്തരികമായ ഫാക്കൽറ്റികളെ തുറന്നു വെക്കാൻ, അവയെ സ്വയമേവ പ്രവർത്തനങ്ങളെ രൂപകൽപ്പന ചെയ്യാൻ, അതിന്റെ മാറ്റത്തെ രൂപകൽപ്പന ചെയ്യാൻ, വിന്യാസങ്ങളെ രൂപകൽപ്പന ചെയ്യാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് PSP ഒരു ജീവിത വിരുദ്ധ പരിപാടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾ, ബന്ധങ്ങൾ, അവസരങ്ങൾ, നമ്മുടെ ജീവിതഗതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റം വരുത്തലാണ്. അതുകൊണ്ട് തന്നെ ജീവിത ബിരുദം എന്നുള്ള പദ്ധതിക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പരിപാടിക്ക് പ്രാധാന്യം നിങ്ങൾ നൽകുക. അതിലൂടെ യാത്ര ചെയ്യുക. നിങ്ങൾ എവിടേക്കാണോ യഥാർത്ഥത്തിൽ എത്തേണ്ടത്, നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് എന്താണോ അവിടേക്ക് എത്തുക തന്നെ ചെയ്യും. ആത്മയാനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, നിങ്ങളുടെ ആത്മത്തിന്റെ ആ പടിപടിയായിട്ടുള്ള ആ മാറ്റത്തെ സാധൂകരിക്കാൻ PSP നിങ്ങളെ പൂർണ്ണമായിട്ടും സഹായിക്കും ജീവിത ബിരുദം നൽകുന്നതിലൂടെ. ആ വഴിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.